ചരിത്രം പലപ്പോഴും ആവർത്തിക്കപ്പെടുന്നത് ഭീതിയോടെ നോക്കി നൽകാനേ മനുഷ്യർക്ക് സാധിക്കാറുള്ളൂ. എന്നാൽ പതിറ്റാണ്ടുകൾക്ക് മുൻപ് അന്തരിച്ച അന്ത്യയായ പ്രവാചകയുടെ വാക്കുകൾ ലോകത്തിന്റെ ഉറക്കം കെടുത്തുന്ന കാഴ്ചയാണ് 2026 സാക്ഷ്യം വഹിക്കുന്നത്. ഫെബ്രുവരി 28 ആ ശനിയാഴ്ച വെറുമൊരു ദിവസമല്ലായിരുന്നു. അത് ഒരുപക്ഷെ മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ വിത്തുപാകിയ കറുത്ത ദിനമായി ചരിത്രം രേഖപ്പെടുത്തിയേക്കാം. ഇറാനിലെ സൈനിക താവളങ്ങൾക്ക് മുകളിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും മിസൈലുകൾ അഗ്നി പടർത്തുമ്പോൾ ലോകം ഭീതിയോടെ ഓർക്കുന്നത് ബൾഗേറിയൻ മിസ്റ്റിക് ബാബ വങ്കയുടെ വാക്കുകളാണ്. 1996 അന്തരിച്ച അന്ധനായ ബൾഗേറിയൻ മിസ്റ്റിക്കായിരുന്ന ബാബ വങ്കയുടെ പ്രവചനങ്ങൾക്ക് ഇന്നും വലിയ ആരാധകരാണ് ലോകമെങ്ങുമുള്ളത്. മരണത്തിനു മുൻപ് ലോകത്തിന്റെ ഭാവിയെക്കുറിച്ച് അവർ പറഞ്ഞിരുന്ന കാര്യങ്ങൾ എന്ന തരത്തിൽ ഓരോ പുതുവർഷത്തിലും ബാബയുടെ പ്രവചനങ്ങൾ ലോകമെമ്പാടും വൈറലാകാറുണ്ട്. 2026 തുടക്കത്തിൽ അത്തരത്തിൽ വൈറലായ ഒന്നായിരുന്നു മൂന്നാം ലോക മഹായുദ്ധം നടക്കും എന്ന പ്രവചനം. ഇപ്പോൾ നടക്കുന്ന ഇറാന് നേരെയുള്ള US ഇസ്രായേൽ യുദ്ധം മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ തുടക്കമാണോ എന്ന ആശങ്ക വങ്കയുടെ പ്രവചനത്തോട് പലരും ചേർത്ത് വായിക്കുന്നുണ്ട്. 2026 ഫെബ്രുവരി 28 ശനിയാഴ്ചയാണ് US ഇസ്രായേലും ഇറാനിൽ സംയുക്ത ആക്രമണത്തിന് തുടക്കമിടുന്നത്. ടെഹ്റാനിലെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ ഓഫീസുകൾക്ക് സമീപമുള്ള പ്രദേശങ്ങളായിരുന്നു ആദ്യ ലക്ഷ്യങ്ങൾ. പിന്നാലെ അദ്ദേഹത്തിനും കുടുംബാംഗങ്ങൾക്കുമൊപ്പം രാജ്യത്തെ ഉയർന്ന സൈനികോദ്യോഗസ്ഥരടക്കം കൊല്ലപ്പെട്ടെന്ന വാർത്തകളും പുറത്തുവന്നു. പരമോന്നത നേതാവിന്റെ കൊലയ്ക്ക് തിരിച്ചടിക്കുമെന്ന് പിന്നാലെ ഇറാന്റെ മുന്നറിയിപ്പ് എത്തി. ഇന്ന് യുദ്ധം 4ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ യുദ്ധം 4 ആഴ്ച വരെ നീളാൻ സാധ്യതയുണ്ടെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ പറഞ്ഞു കഴിഞ്ഞു. പശ്ചിമേഷ്യൻ സംഘർഷം 4 ആഴ്ചയിലേക്ക് നീണ്ടാൽ അത് ലോകത്തെ തന്നെ അടിമുടി മാറ്റുമോ എന്ന ആശങ്കയും ചെറുതല്ല. പശ്ചിമേഷ്യയിലെ US സൈനിക താവളങ്ങളുടെ നേർക്കുള്ള ആക്രമണം എന്ന തരത്തിൽ നിലവിൽ ഖത്തർ, സൗദി അറേബ്യ, UAE, ഒമാൻ തുടങ്ങിയ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്കും ഇറാൻ ആക്രമണം അഴിച്ചുവിട്ടു തുടങ്ങി. ഇതോടെ യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ ഈ രാജ്യങ്ങളും നിർബന്ധിതരായി. ഇതിനിടെ മുൻ നിലപാടിൽ നിന്നും വ്യതിചലിച്ച് ബ്രിട്ടനും ഫ്രാൻസും US പിന്തുണയുമായി രംഗത്തെത്തി. ഇത്തരമൊരു സാഹചര്യത്തിൽ റഷ്യയുടെയും ചൈനയുടെയും നീക്കമാണ് ലോകരാജ്യങ്ങൾ സസൂക്ഷ്മം വീക്ഷിക്കുന്നത്. ഇരു രാജ്യങ്ങളും ഇറാനെ പ്രത്യക്ഷമായി പിന്തുണയ്ക്കാൻ തീരുമാനിച്ചാൽ അത് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിനുള്ള വാതിലാകും തുറയ്ക്കുക. 2026 തുടക്കത്തിൽ കിഴക്ക് നിന്ന് ഒരു മഹായുദ്ധം തുടങ്ങുമെന്നായിരുന്നു വങ്കയുടെ പ്രവചനം. ഈ പ്രവചനം യാഥാർത്ഥ്യമാകുകയാണെന്ന് വങ്കയുടെ അനുനായികൾ വിശ്വസിക്കുന്നുണ്ട്. തങ്ങളുടെ രാജ്യത്തിന് നേരെയുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കാനും തിരിച്ചടിക്കാനും ഇറാൻ എത്രത്തോളം ശക്തമാണ് എന്നതിനെ അനുസരിച്ചായിരിക്കും യുദ്ധത്തിലേക്ക് മറ്റു രാജ്യങ്ങൾ കൂടി ഇടപെടാനുള്ള സാധ്യത. വങ്കയുടെ പ്രവചനമനുസരിച്ച് ലോകത്തിന്റെ പടിഞ്ഞാറൻ ഭാഗങ്ങളെ ആയിരിക്കും സംഘർഷം ഏറ്റവും കൂടുതൽ ബാധിക്കുക. അതായത് യൂറോപ്പിലായിരിക്കും ഈ യുദ്ധത്തിന്റെ ആഘാതം ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരിക. യുദ്ധത്തോടെ യൂറോപ്പിലെ ഭൂമി പൂർണ്ണമായും തരിശുഭൂമിയാകുമെന്ന് ആയിരുന്നു വങ്കയുടെ പ്രവചനം. ഇത് വ്യാപകമായ സാമ്പത്തിക സാമൂഹിക വെല്ലുവിളികൾ സൃഷ്ടിക്കും. യുദ്ധം നീണ്ടു നിൽക്കുമെന്നും ഇത് സംഘർഷം ലോകമെമ്പാടും വ്യാപിക്കാൻ കാരണമാകുമെന്നും വങ്ക പ്രവചിച്ചു. നിലവിൽ ലോകരാജ്യങ്ങൾ തമ്മിലുള്ള പരസ്പര സംഘർഷം ഇതിനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ലെന്ന് വങ്കയെ അന്ന് പിന്തുണച്ചവരും കരുതുന്നു. സംഘർഷത്തിനൊടുവിൽ ആഗോള ശക്തിയായി റഷ്യ ഉയർന്നുവരുമെന്നും US ശക്തി ക്ഷയിക്കുമെന്നും വങ്ക പ്രവചിച്ചിരുന്നു. അത് കാത്തിരുന്ന് കാണുക തന്നെ വേണം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.